എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. ഹോട്ടലുകളിൽ നിന്നും പുറത്തുനിന്നും ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ തന്നെ ബാധിച്ചേക്കാം. വിശദമായ വാർത്ത നമുക്ക് നോക്കാം. സംസ്ഥാനത്തെ ഷവർമ വിൽപ്പന കേന്ദ്രങ്ങളിൽ പ്രത്യേക പരിശോധന നടത്തിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഓഗസ്റ്റ് 5-6 തീയതികളിലായി രാത്രിയാണ് പരിശോധന നടത്തിയത്. 59 സ്ക്വാഡുകളാണ് സംസ്ഥാനത്തൊട്ടാകെ പരിശോധനയ്ക്ക് ഇറങ്ങിയത്. പരിശോധനയ്ക്ക് ശേഷം 256 കടകൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും 263 കടകൾക്ക് കോമ്പൗണ്ടിംഗ് നോട്ടീസും നൽകി. ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയ 45 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ്. ഷവർമ കഴിച്ചുള്ള അപകടങ്ങൾ വർദ്ധിച്ചുവന്ന സാഹചര്യത്തിൽ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഷവർമ ഉണ്ടാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു. കേരളത്തിലെ കടകളിൽ പച്ചമുട്ട ഉപയോഗിച്ച് മയോണൈസ് ഉണ്ടാക്കുന്നതിന് കർശന നിർദ്ദേശം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനയിൽ ഇക്കാര്യങ്ങളും പ്രത്യേകം പരിശോധിച്ചിരുന്നു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ലെന്നും മാർഗനിർദ്ദേശം ഉണ്ടായിരുന്നു. ഷവർമ തയ്യാറാക്കുന്ന സ്ഥലം, അതിനായി ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, ഉപകരണം, ഉണ്ടാക്കുന്നയാളുടെ വ്യക്തിശുചിത്വം, മാംസത്തിൻ്റെ ഗുണമേന്മ തുടങ്ങിയ കാര്യങ്ങളിലും ആരോഗ്യവകുപ്പ് വിശദമായ മാർഗനിർദ്ദേശം ഇറക്കിയിട്ടുണ്ട്. പാഴ്സൽ വിൽക്കുന്ന കടകളാണെങ്കിൽ പാക്കറ്റിൽ തീയതിയും സമയവും കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാത്ത ആളുകൾ ഭക്ഷ്യവസ്തുക്കളുടെ കച്ചവടം നടത്തുന്നത് കുറ്റകരമാണ്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട ബിസിനസ് നടത്തുന്നവർക്ക് പ്രത്യേകം ഹെൽത്ത് കാർഡും ഉണ്ടായിരിക്കണമെന്ന് ആരോഗ്യവകുപ്പിൻ്റെ നിബന്ധനയുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷണത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ അറിയിക്കാവുന്നതാണ്. കൊല്ലം പാളയത്തോട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 60 കിലോഗ്രാമിൻ്റെ പഴകിയ മാംസമാണ് പിടിച്ചെടുത്തത്. ഷവർമ പരിശോധനയ്ക്കിടെ കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പഴകിയ മാംസവും പിടിച്ചെടുത്തത്. അപ്പോൾ എല്ലാവരും പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന, പുറത്തുപോയി നമ്മൾ പൊറോട്ട കഴിക്കും, ബിരിയാണി കഴിക്കും, അൽഫാം, മന്തി, ഇതുപോലെയുള്ള പല ഭക്ഷണങ്ങളും നമ്മൾ പുറത്തുപോയി കഴിക്കാറുണ്ട്. ഇങ്ങനെ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന ആളുകളൊക്കെ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രം നല്ല ഹോട്ടലുകളിൽ നോക്കി നല്ല ഭക്ഷണമാണെങ്കിൽ മാത്രം കഴിക്കുക. അല്ലെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്.